Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, എക്സാമിന്റെ സിലബസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സംശയം റെഡിയാക്കുക, സംശയം മാറ്റി വെച്ചുകൊണ്ട് അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ മുഴുവൻ SSLC കുട്ടികളിലേക്കും എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എന്തുണ്ടാവാൻ പാടില്ല? സംശയം ഉണ്ടാവാൻ പാടില്ല. കാര്യം ഓണപരീക്ഷയാണ് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് സെപ്റ്റംബർ 4-ാം തീയതി കടന്നു വരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓഗസ്റ്റ് 17-ാം തീയതിക്ക് ശേഷം ഓണപരീക്ഷ വരാറുണ്ട്. അങ്ങനെ പല കുട്ടികൾക്കും എന്താവാറുണ്ടായിരുന്നു, ഓണപരീക്ഷ കഴിഞ്ഞ് ഓണത്തിന്റെ വെക്കേഷൻ വരുന്നത് സെപ്റ്റംബർ തുടക്ക ഭാഗത്തിലേക്കായിരുന്നു, അല്ലെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലേക്കായിരുന്നു. പക്ഷെ ഈ വർഷം അങ്ങനെയല്ല. ഈ വർഷം ഓഗസ്റ്റ് 31 വരെ സ്കൂളുകളിൽ ക്ലാസ്സുകൾ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സിലബസിൽ ചേഞ്ച് ഉണ്ട് എന്നുള്ള ഒരുപാട് മെസ്സേജുകൾ കൈമാറപ്പെടുന്നുണ്ട്. കുട്ടികളുടെ അടുത്ത ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പല ടീച്ചേഴ്സും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഓണപരീക്ഷയ്ക്ക് കുറച്ചും കൂടി പോർഷൻസ് എക്സ്ട്രാ ഉണ്ടായേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോ ആദ്യത്തേത് എന്താണ്, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഫിസിക്സിൽ 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് 3ാമത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരെയായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് പഠിക്കണമെന്ന് ടീച്ചേഴ്സ് പറയുന്നുണ്ട്. ഇനി കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ 2.5 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതായത് 3rd ചാപ്റ്ററിന്റെ ഗാൽവാനിക് സെല്ല് വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒരു ഹെഡിങ് വരെ ആയിരുന്നു. ഈ വർഷവും ഓണപരീക്ഷയ്ക്ക് അവിടെ വരെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്സ് ആണെങ്കിൽ 3 കഴിഞ്ഞ് 4ാമത്തെ ചാപ്റ്ററിന്റെ ഒരു പകുതി, ഒരു 1/4 ഭാഗം, 1/3 ഭാഗം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4ാമത്തെ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്ന ചാപ്റ്റർ 4 കംപ്ലീറ്റ് വരെ പഠിക്കണമെന്നാണ് പുതിയ സിലബസ് പ്രകാരം പറയുന്നത്. ബയോളജി ആണെങ്കിൽ 2.5ക്ക് പകരം 3 ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കണം. ഹിസ്റ്ററി ആണെങ്കിൽ 3 ചാപ്റ്റർ കഴിഞ്ഞ് 4ാമത്തെ ഒരു 1/3 പഠിക്കുന്നതിന് പകരം 4 കംപ്ലീറ്റ് പഠിക്കണം. ജിയോഗ്രഫി 3 ചാപ്റ്റർ ആയിരുന്നു ആദ്യം, ഇപ്പോഴും 3 ചാപ്റ്റർ തന്നെ. ഇംഗ്ലീഷ് 2 യൂണിറ്റിൽ 6 ചാപ്റ്റർ ഉണ്ട്. ആദ്യം 5 ചാപ്റ്റർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 6 ചാപ്റ്റർ പഠിക്കണം എന്ന് പറയുന്നു. ഹിന്ദി ആണെങ്കിൽ 2 യൂണിറ്റിൽ നിന്ന് 5 ചാപ്റ്റേഴ്സ് വരെയാണ് പഠിക്കേണ്ടതെന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക, ഇതാണ് നിങ്ങളുടെ നോർമൽ ആയിട്ടുണ്ടായിരുന്ന സിലബസ്. ഇതാണ് ന്യൂ എന്ന് പറയുന്നത്, ഇതാണ് നിങ്ങളോട് ന്യൂ എന്ന് പറയുന്നത്. എൻ്റെ ചോദ്യം, ഈ ന്യൂ എന്ന് പറയുന്നത് എവിടെയാണ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത്? അതായത് എക്സാമിന്റെ പോർഷൻസ് കൂട്ടിയിട്ടുണ്ട് എന്ന് എവിടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ഒഫീഷ്യലി എന്തെങ്കിലും ഡിക്ലെയർ ചെയ്ത നോട്ടീസോ സർക്കുലറോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതായത് ഓണം എക്സാം സെപ്റ്റംബർ 4-ാം തീയതിയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം വരെ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഓണപരീക്ഷ ഉണ്ടാവാറുള്ളത്. ഈ വർഷം ഓഗസ്റ്റ് അവസാനം വരെ സ്കൂളിൽ പോകേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്കൂളുകളിൽ ആ ഓഗസ്റ്റ് മാസത്തെ കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്യണം. പക്ഷേ ഓണപരീക്ഷാ പേപ്പറിൽ ഈ സിലബസ് കൂട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇതിന് യാഥാർത്ഥ്യമില്ല. ഇനി മഴയുണ്ട്, അവധിയുണ്ട്, ഉരുൾപൊട്ടലുകളുണ്ട്, പല പ്രയാസങ്ങൾ ജൂലൈ ലാസ്റ്റ് വീക്കിലേക്ക്, ജൂലൈ മാസത്തിൽ വന്നിട്ടുണ്ട്. ആ കാരണത്താൽ എക്സാമിലേക്കുള്ള പോർഷൻസ് കുറച്ചിരിക്കും എന്നും നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എവിടെയാണ് തെളിവുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഈ അവസാനം വരെ നടന്ന ക്ലസ്റ്റർ യോഗത്തിൽ പോലും ഇതാണ് ഈ ഒരു പോർഷൻസിലേക്ക് എക്സാം റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നോ പോർഷൻസ് കൂട്ടിയിട്ടുണ്ട് എന്നോ ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നെൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ എന്ത് ഫോളോ ചെയ്താൽ മതി? നിങ്ങൾക്ക് ഓൾറെഡി എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് കാണാം. ഞാൻ ഓരോ സ്ലൈഡും നീക്കി തരാം. ഫിസിക്സിന്റെ സിലബസ് എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് പഠിപ്പിക്കുക, ജൂലൈ മാസത്തിൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ ബാക്കിയും മാഗ്നറ്റിക് എഫക്ട്സിന്റെ 2ാമത്തെ ചാപ്റ്റർ പഠിപ്പിക്കുക. ഓഗസ്റ്റ് മാസത്തോടു കൂടി ഗ്രാഫിക്കൽ AC/DC ഗ്രാഫിക്കൽ ചിത്രീകരണം, താരതമ്യം ചെയ്യൽ വരെ ആണ് ഫിസിക്സിൽ പഠിപ്പിക്കേണ്ടത്. ഓക്കെ,
ഓക്കെ, ഫിസിക്സിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ ബയോളജി പഠിപ്പിക്കേണ്ടത് ജൂലൈ മാസം കഴിഞ്ഞ് ഓഗസ്റ്റിൽ 3ാമത്തെ ചാപ്റ്ററിന്റെ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ വരെയാണ് പഠിപ്പിക്കേണ്ടത്. ഇത് എക്സാമിന് എവിടം വരെയാണോ ചോദിക്കുന്നത് അവിടം വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എവിടം വരെ ചോദിച്ചോ അവിടം വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മാത്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം നിങ്ങൾ പഠിക്കേണ്ടത് 2ാം കൃതി 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 2ാം കൃതി സമവാക്യങ്ങൾ ത്രികോണമിതി വരെയായിരുന്നു. അതിൽ സെപ്റ്റംബറിലേക്ക് 5ാമത്തെ ചാപ്റ്റർ ഒരു സ്റ്റാർട്ടിങ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് 4 ചാപ്റ്ററാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത് എന്നെന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സിലബസ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സിലബസ്. സോഷ്യൽ സയൻസ് പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് 1 ഹിസ്റ്ററി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്. ഹിസ്റ്ററിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തു നിൽപ്പുകളും എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി സോഷ്യൽ സയൻസിന്റെ കേസിലാണെങ്കിൽ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, അത് തുടർച്ചയായിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ആ ചാപ്റ്റർ വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നമ്മുടെ ഇംഗ്ലീഷിന്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് നവംബർ ഓഗസ്റ്റ് മാസം യൂണിറ്റ് 2 ദ ഫ്രെയിംസ് വരെയാണ്, യൂണിറ്റ് 2 വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മുടെ ഹിന്ദിയുടെ കേസിലാണെങ്കിൽ ഓഗസ്റ്റ് മാസത ഓഗസ്റ്റ് ഇവിടെ വരെ ഐ എം കലാം കെ ബഹാനെ വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ സിലബസുകൾ കൃത്യമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ വർഷം എങ്ങനെയാണോ ഓണപരീക്ഷയുടെ സിലബസ് ഉണ്ടായിരുന്നത് അതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്കുമുള്ളത്. പുതിയൊരു സിലബസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സിലബസ് ഇതുവരെയും ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ കാണുന്നതോടുകൂടി ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. അടിസ്ഥാന പാഠാവലി ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മലയാളം സെക്കൻഡ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഞാൻ വീണ്ടും പറയാണ്, ആദ്യമൊക്കെ ഓഗസ്റ്റ് മാസം കംപ്ലീറ്റ് ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഓണപരീക്ഷയുടെ പോർഷൻസ് കുറച്ചും കൂടി മുന്നോട്ടേക്ക് ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു മുന്നോട്ടേക്ക് ഉണ്ടെന്നോ പിന്നോട്ടേക്കാണെന്നോ ഒന്നും റെഡ്യൂസ് ചെയ്തു എന്നോ കൂട്ടിയിട്ടുണ്ട് എന്നോ ഒന്നും തന്നെ ആര് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പരീക്ഷാ പേപ്പറുടെ കാര്യാലയത്തിൽ നിന്ന്, പരീക്ഷാ ഭവനിൽ നിന്നോ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യാലയത്തിൽ നിന്നോ ഒന്നും ഒഫീഷ്യലി ഒരു ഡിക്ലറേഷനും വന്നിട്ടില്ല. ഇപ്പൊ നാളെ സ്കൂളിന് അവധി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, കളക്ടർ ആണെങ്കിൽ പോലും അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്താലല്ലേ അവധിയാവുള്ളൂ. അങ്ങനെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യണം. സോ ക്ലസ്റ്റർ മീറ്റിംഗിൽ നിന്ന് പ്രിയപ്പെട്ട അധ്യാപകർ എന്നോട് പറഞ്ഞത് MSA കൂട്ടിയിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞത്, കുറച്ചിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇതിന് രണ്ടിനും തെളിവുണ്ടോ? ഇല്ല. ക്ലസ്റ്റർ മീറ്റിംഗിൽ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ മറ്റ് ചില ചേഞ്ചുകളെ കുറിച്ച് ക്ലസ്റ്റർ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് MCQ ക്വസ്റ്റ്യൻസ് 20% ചോദിക്കുമെന്നും അത് 10ാം ക്ലാസ്സിൽ ഉണ്ടാവില്ല, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ ഉണ്ടാവുള്ളൂ എന്നും പറയുന്നുണ്ട്. അത് ഓണപരീക്ഷയുടെ പേപ്പർ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യത്തെ പാഠഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സിലബസ് ഏത് എന്നതല്ല നിങ്ങളുടെ മുഖ്യ വിഷയം. നമ്മുടെ മുമ്പിലുള്ള ഓണപരീക്ഷയല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടി. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് അത് SSLC ആണ്. നിങ്ങളുടെ ഈ ഏജിൽ നിങ്ങൾ 15-16 വയസ്സുള്ള ചെറുപ്പക്കാരിയോ ആണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് ഫ്ലെക്സിലെ അടിപൊളിയായിട്ട് ഫുൾ A+ ചിരിച്ചു നിൽക്കുന്ന ഒരു ഫേസ് കാണാനാണെങ്കിൽ അത് ഇപ്പം നിങ്ങൾ നോക്കണ്ട. ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് ആദ്യത്തെ ചാപ്റ്ററുകൾ കൃത്യമായി പഠിക്കുക. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയട്ടെ, പീരിയോഡിക് ടേബിൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും. പീരിയോഡിക് ടേബിൾ മാത്രം പഠിച്ചാൽ എൻ്റെ പൊന്നു കുട്ടാ നിനക്ക് 30ഓളം മാർക്ക് കിട്ടും. നിങ്ങൾ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്റർ കൂടി പഠിച്ചാൽ കഴിഞ്ഞു. SSLC ഓണപരീക്ഷയ്ക്ക് A+ കിട്ടി. 3ാമത്തെ ചാപ്റ്റർ പകുതി വരെ പഠിക്കാനുണ്ട്. അത് പഠിച്ചാലും കുഴപ്പമില്ല, പഠിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ. ബാക്കി 2 തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററുകൾ എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും റെഡിയാക്കിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി ഇതുപോലെയുള്ള ബ്രേക്കിംഗ് ന്യൂസുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MSolutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.